ദൈവത്തിന് സ്തോത്രം. നല്ല രാത്രി സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ തക്കോണം കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേദിയും സദസ്സിലുമായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനം എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹാവന്ദനത്തെ അറിയിക്കുന്നു, സ്തോത്രം. കർത്താവ് നമ്മെ എത്രത്തോളം സൂക്ഷിച്ചു പരിപാലിച്ചു. ഇന്ന് ഹല്ലേലൂയ സന്തോഷത്തോടെ സമ്മാനത്തോടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. നാം ഇതുവരെയും ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നല്ലോ. പാടുവാനും പ്രാർത്ഥിപ്പാനും ഹല്ലേലൂയ ആരാധിപ്പാനും ഒക്കെ കർത്താവ് തന്ന അവസരത്തിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അല്പസമയം നമുക്ക് ദൈവദിന ചിന്തയിലേക്ക് കടക്കുവാൻ തക്കണം. അതിന് ആധാരമായിട്ട് നമുക്ക് വളരെ സുപരിതമായ ഒരു വാക്യം വായിച്ച് നമുക്ക് ആ ചിന്തയിലേക്ക് കിടക്കാം. സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം, ദ ബുക്ക് ഓഫ് ഹീബ്രൂസ്, ചാപ്റ്റർ 11 11 അധ്യായം വേഴ്സ് 6, അതിന്റെ 6-ാമത്തെ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസവും വാഗ്ദത്തവും, സ്തോത്രം. ഫെയ്ത്ത് ആൻഡ് പ്രോമിസ് എന്നുള്ളതാണ് ഹല്ലേലൂയ അല്പസമയം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി അതിൻ്റെ ടൈറ്റിലായിട്ട് ഹല്ലേലൂയ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്തോത്രം. വിശ്വാസം, ഹല്ലേലൂയ, വാഗ്ദത്തം, ഈ രണ്ട് വിഷയങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. സ്തോത്രം. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. നമ്മളെ വിശ്വാസികൾ എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസമുള്ളവരാണ് നാം ഓരോരുത്തരും. അതുപോലെ തന്നെ വാഗ്ദത്തം എന്നുള്ളതും നമുക്കറിയാം. സ്തോത്രം. നമുക്കെല്ലാവർക്കും ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. അനേക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരുണ്ട്. വാഗ്ദത്തം ഹല്ലേലൂയ ജീവിതത്തിൽ പലതും നേടിയെടുത്തവരുണ്ട്. ഇങ്ങനെ പല രീതിയിൽ സ്തോത്രം ഹല്ലേലൂയ വാഗ്ദത്തത്തെ കുറിച്ചും നമുക്ക് നല്ലപോലെ അറിയാം. സ്തോത്രം. എന്നാൽ ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസവും ആ വാഗ്ദത്തവും എന്താണ്? സ്തോത്രം. അതാണ് ഇന്ന് അല്പസമയം നമ്മൾ ചിന്തിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്. എന്താണ് വിശ്വാസം? എന്താണ് വാഗ്ദത്തം? എങ്ങനെയാണ് വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയുന്നത്? എങ്ങനെ നമ്മുടെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക് എത്തുവാൻ കഴിയും എന്നുള്ള ചില ചിന്തകളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ലേഖനമാണ്. അനേക പ്രസംഗങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് കേട്ടിട്ടുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിന്ന് വളരെ കണക്ഷനുകളുള്ള ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. സ്തോത്രം. പ്രത്യേകിച്ച് ലേവിയ പുസ്തകത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലേവിയ പുസ്തകം വായിക്കാത്ത, ലേവിയ പുസ്തകത്തിലെ കാര്യങ്ങൾ അറിയാത്തവർക്ക് എബ്രായ ലേഖനം വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്തോത്രം. എങ്കിലും സ്തോത്രം ഹല്ലേലൂയ എബ്രായ ലേഖനത്തിൽ നമ്മൾ ഒത്തിരി പ്രസംഗങ്ങളും ഒരുപാട് ഹല്ലേലൂയ ചിന്തകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. 11-ാമത്തെ അധ്യായം വിശ്വാസത്തിന് വേണ്ടിയും ഹല്ലേലൂയ വാഗ്ദത്തത്തിന് വേണ്ടിയും വേർതിരിക്കപ്പെട്ട ഒരു ലേഖനമാണ് 11-ാം അധ്യായം. അതിനോട് ചേർന്ന് വരുന്ന ഹല്ലേലൂയ ഒരു ലേഖനമാണ് 12-ാമത്തെ അധ്യായം. 11-ഉം 12-ഉം നമുക്ക് ചേർന്ന് പഠിക്കുവാനും ഒരുമിച്ച് ചിന്തിക്കുവാനും കഴിയുന്ന വിഷയങ്ങളാണ്. സ്തോത്രം. അവിടുത്തെ പ്രധാന വിഷയം ഇതാണ്, ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസവും വാഗ്ദത്തവും. സ്തോത്രം. 11-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ സ്തോത്രം വിശ്വാസത്തിന്റെ ഡെഫിനിഷനോട് കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും കാണാതറിയുന്ന, നമ്മളെല്ലാവരും സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള വാക്യമാണ്. അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. സ്തോത്രം. അത് ഹല്ലേലൂയ ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ നിന്ന് കേട്ടിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കുവാൻ കഴിയുന്നത്. ഒന്ന്, അതിനകത്തൊരു ഉറപ്പുണ്ട്. വിശ്വാസത്തിനകത്ത് ഒരു ഉറപ്പുണ്ട്. ഉറപ്പില്ലെങ്കിൽ വിശ്വാസമില്ല. രണ്ട്, വിശ്വാസത്തിനകത്ത് ഒരു നിശ്ചയമുണ്ട്. കാണാത്ത കാര്യങ്ങളുടെ ഹല്ലേലൂയ നിശ്ചയം. ശ്രദ്ധിക്കുക, വിശ്വാസത്തിന് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് സ്ട്രോങ് എന്നാണ് അതിന്റെ മൂലഭാഷയിൽ ഇത് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് അത് വീക്ക് ആണെങ്കിൽ അതിനെ വിശ്വാസമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വീക്കായ ഒരു വിശ്വാസം വിശ്വാസമല്ല. ഉറപ്പായ ഒന്നിനെയാണ് വിശ്വാസം എന്ന് നമുക്ക് പറയുവാൻ തന്നെ കഴിയുന്നത്. രണ്ട്, വിശ്വാസത്തിനകത്തുള്ളത് ഹല്ലേലൂയ ഒരു നിശ്ചയമാണ്. എന്താണ്? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണുന്ന ഒന്നിനെയല്ല നാം വിശ്വാസത്താൽ വിശ്വസിക്കുന്നത്, കാണാത്ത ഒന്നിനെയാണ് സ്തോത്രം വിശ്വാസത്തിലൂടെ നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിലൂടെ നമ്മൾ കാണുന്നത്
സ്വന്തം കണ്ണുകൊണ്ടല്ല, മാംസളമായ കണ്ണുകൊണ്ടല്ല, നമ്മുടെ അകത്തെ കണ്ണുകൊണ്ടാണ് വിശ്വാസത്തിലൂടെ നമ്മൾ കാണുന്നത്. സ്തോത്രം. കാരണം ഹല്ലേലൂയ, കാണാത്തതിനെയാണ് നമ്മൾ കാണുന്നത്. കണ്ണുകൊണ്ട് കാണുന്നതിനെ ഒരിക്കലും ഹല്ലേലൂയ വിശ്വാസം കൊണ്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. അത് കണ്ണുകൊണ്ട് കണ്ടു തന്നെ നമ്മൾ വിശ്വസിക്കും. എന്നാൽ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കണമെങ്കിൽ ഈ കണ്ണു പോരാ, അകത്തെ കണ്ണ് തുറക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും, അതിനൊരു ഉറപ്പുണ്ട്. 2, കാണാത്ത കാര്യങ്ങളെ കുറിച്ച് ഉള്ളുകൊണ്ട് വിശ്വാസത്തിന്റെ കണ്ണ് തുറന്ന് കണ്ട് അതിനെക്കുറിച്ചൊരു നിശ്ചയമുണ്ട്. സ്തോത്രം. ഇതാ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ പറയാം, അല്പവിശ്വാസം, ഹല്ലേലൂയ, അല്ലെങ്കിൽ ചെറിയ വിശ്വാസം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ പഠിച്ചാൽ ചെറിയ വിശ്വാസവും അല്പവിശ്വാസവും ഇല്ല, അങ്ങനൊന്നില്ല. ഒന്നുകിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ വിശ്വാസമില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വിശ്വാസത്തിൽ ക്ഷീണം സംഭവിച്ചാൽ അതിനെ വിശ്വാസം ഇല്ല എന്നാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് സ്ട്രോങ്, അതിനൊരു ഉറപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നതിനകത്ത് ഉറപ്പുമുണ്ട്, നിശ്ചയമുണ്ട്. സ്തോത്രം. ഈ വിശ്വാസത്തിലൂടെ, സ്തോത്രം, അതിന്റെ അടുത്ത വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, 2-ാമത്തെ വാക്യത്തിൽ, ഇതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റിമണി. ആരാണ് പൂർവികന്മാർക്ക് എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് അവിടെ പറയുന്നത്. പഴയ നിയമ ഭക്തന്മാർക്ക് ആരാണ് സാക്ഷ്യം കൊടുത്തത്? ഈ വിശ്വാസത്താൽ ആരാണ് അവർക്ക് സാക്ഷ്യം കൊടുത്തത്? ദൈവമാണ് അവർക്ക് സാക്ഷ്യം കൊടുത്തത്. പ്രിയ ദൈവങ്ങളെ, പഴയ നിയമ ഭക്തന്മാരെ ദൈവം സാക്ഷ്യപ്പെടുത്തിയത് അവർക്കുണ്ടായിരുന്ന ഉറപ്പുള്ള വിശ്വാസം കൊണ്ടും അവർ കാണാത്ത കാര്യങ്ങളെ അകക്കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടുമാണ് അവർക്കൊരു സാക്ഷ്യം ദൈവം കൽപ്പിച്ചു കൊടുത്തത്. ഈ പുതിയ നിയമ കാലത്തും ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു സാക്ഷ്യം ഉണ്ടാവണമെങ്കിൽ ഉറപ്പുള്ളൊരു വിശ്വാസവും കാണാത്ത കാര്യങ്ങളെ കുറിച്ചൊരു നിശ്ചയവും നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ദൈവത്തിന് ഒരു സാക്ഷ്യമുള്ളത്. സ്തോത്രം. ഇങ്ങനെ സാക്ഷ്യം പ്രാപിച്ചവരെ കുറിച്ച് ഹല്ലേലൂയ ചില കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ഒന്നാമത് അതിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് കാണുന്നു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റെയും ഉത്തമമായ യാഗം കഴിച്ചു, അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അപ്പൊ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച ഹാബേലിനെ നമ്മൾ അവിടെ കാണുന്നു. ഇനി തുടർന്ന് മുന്നോട്ട് വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ മറ്റൊരു വ്യക്തിയെ നമ്മൾ അവിടെ കാണുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ 2 വ്യക്തികളെ അവിടെ പരിചയപ്പെടുത്തുകയാണ്. അവരെ ദൈവം സാക്ഷ്യപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. അവർ വിശ്വാസത്തിൽ തികഞ്ഞവരായിരുന്നു, അവർ ദൈവത്തെ അറിഞ്ഞവരായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് ദൈവം ഒരു സാക്ഷ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. സ്തോത്രം. ഇനിയും അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വളരെ ശ്രദ്ധേയമായ വിശ്വാസത്തെക്കുറിച്ചും വാഗ്ദത്തത്തെക്കുറിച്ചും ഒക്കെ വളരെ ശ്രദ്ധേയമായി നാം പഠിക്കേണ്ട ഒരു വിഷയം ഇതിന്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് വിശ്വാസം എന്നുള്ളതാണ്. സ്തോത്രം. വിശ്വാസം കൊണ്ട് അല്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, ഇതുകൊണ്ടാണ് നമ്മളെ വിശ്വാസികൾ എന്ന് തന്നെ വിളിക്കുന്നത്. സ്തോത്രം. നാം എങ്ങനെയാ ദൈവത്തിന്റെ പ്രസാദം ഹല്ലേലൂയ വാങ്ങിക്കുന്നത്? അത് വിശ്വാസം കൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ പ്രസാദം വാങ്ങിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം, നമ്മൾ എല്ലാ ആഴ്ചയും യോഗത്തിന് പോകുന്നത് കൊണ്ടോ, നാം ഹല്ലേലൂയ ദശാംശം കൊടുക്കുന്നത് കൊണ്ടോ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ സഹായിക്കുന്നുണ്ട്, അതൊക്കെ ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ദൈവപ്രസാദം നമ്മളിൽ വരണമെങ്കിൽ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. വിശ്വാസത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. അല്പവിശ്വാസം എന്ന് പറഞ്ഞ ഒന്നില്ല, വിശ്വാസത്തിൽ ഒരു ക്ഷീണമില്ല. ഒന്നുകിൽ വിശ്വാസമുണ്ട്, ഇല്ലെങ്കിൽ വിശ്വാസമില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം വിശ്വാസത്തിനൊരു ഉറപ്പും
വിശ്വാസത്തിനൊരു കാഴ്ചയുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് ക്ഷീണിക്കുമ്പോൾ കിട്ടുകയില്ല, അത് നഷ്ടപ്പെടുമ്പോൾ ഹല്ലേലൂയ അത് മുഴുവനായിട്ടേ നഷ്ടമാകും. അപ്പോൾ ദൈവത്തിന്റെ പ്രസാദം ഇന്ന് രാത്രി നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം, ഉറപ്പും ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. ഇത് കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന് വേണ്ടി പലതും നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ദൈവപ്രസാദം വാങ്ങിക്കാതെ, ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകാതെ ഹല്ലേലൂയ നമ്മൾ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമാകും. സ്തോത്രം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിലും നമ്മൾ കൊടുക്കുന്നതിലും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഉപരിയായി ഹൃദയത്തിനകത്തൊരു വിശ്വാസം നമ്മുടെ ഉണ്ടായിരിക്കണം. എങ്കിലേ ദൈവപ്രസാദം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളുടെ രീതി ഇതാണ്. അവർക്ക് പ്രൈസ് ഉണ്ട്, വർഷിപ്പ് ഉണ്ട്, അവർക്ക് ദൈവത്തിന് വേണ്ടി പലതും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹൃദയത്തിനകത്ത് വിശ്വാസമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹൃദയത്തിനകത്ത് വിശ്വാസമില്ലാതെ ഞാൻ പറയട്ടെ, എന്ത് ചെയ്തു കൂട്ടിയിട്ടും ദൈവം അതിൽ പ്രസാദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം വേണം എന്നാണ് നമ്മൾ 6-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. എന്നിട്ട് ശ്രദ്ധിക്കുക, അവിടെ ഒരു സെമി കോളൻ ഇട്ട് ആ വാക്യം അവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അവിടെ എഴുതുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? ഒന്ന്, നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അത് എന്താണ് ആ വിശ്വാസം? 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. സ്തോത്രം. 2, ദൈവത്തെ സേവിക്കുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിക്കണം. ഈ പ്രതിഫലത്തെയാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. സ്തോത്രം. ഞാനത് അടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് കുറച്ചും കൂടെ വ്യക്തമാക്കാം. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നവർക്ക് ഒന്ന്, ഒരു ദൈവമുണ്ടെന്ന് അവർ വിശ്വസിക്കണം. അങ്ങനെ ഒരു ഉറപ്പ് അവിടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. 2, സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തെ സേവിക്കുന്നവന് ഒരു പ്രതിഫലമുണ്ട് എന്നും കൂടെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസത്തിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ പലരും ഒക്കെ ഹല്ലേലൂയ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ പിൻപറ്റുന്നത് ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തിലെ എന്തെങ്കിലുമൊക്കെ നേടാനാണോ? നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ ഒരു ജോലിയോ, ഈ ലോകത്തിൽ ലഭിക്കുന്ന ഒരു വീടോ, ഈ ലോകത്തിലെ കുറച്ച് പണമോ ഒക്കെയാണ് വാഗ്ദത്തം എന്ന് കണക്കൂട്ടി നമ്മൾ ചിന്തിക്കുന്നത്. ഇതല്ല വാഗ്ദത്തം. ദൈവത്തെ സേവിക്കുന്നവർക്ക് അവൻ കൊടുക്കുന്ന പ്രതിഫലമാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഈ ഭൂമിയിൽ കിട്ടുന്നതല്ല. തമ്പുരാൻ അവൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കൊടുക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ഇതാണ് യഥാർത്ഥ വാഗ്ദത്തം എന്ന് പറയുന്നത്. ഭൂമിയിൽ അനേകം നന്മകൾ നമുക്ക് ലഭിക്കും. നമ്മുടെ ആവശ്യങ്ങൾ തമ്പുരാൻ അറിയാം. നാം പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ ദൈവം അറിഞ്ഞു തരുന്ന വിഷയങ്ങളുണ്ട്. ഇതല്ല വാഗ്ദത്തം. യഥാർത്ഥ വാഗ്ദത്തം ഹല്ലേലൂയ ദൈവത്തെ സേവിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള, ദൈവം കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ്. ഇതാണ് ഹല്ലേലൂയ വിശ്വാസവും വാഗ്ദത്തവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇത് വിശ്വാസമുള്ളവർക്കേ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം കുറഞ്ഞാൽ അവനെ വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കാരണം വിശ്വാസത്തിന് ഒരു ഉറപ്പും അവനൊരു ധൈര്യവുമുണ്ട്, അവനൊരു കാഴ്ചയുമുണ്ട്. സ്തോത്രം. വിശ്വാസമുള്ളവന് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് മാത്രമേ അവനെ സേവിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലം വാങ്ങിക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. നിങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഇതാണ് വിശ്വാസവും വാഗ്ദത്തവും ഹല്ലേലൂയ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇനി മുന്നോട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ചില വ്യക്തികളെ കൂടെ പഴയ നിയമത്തിൽ നിന്ന് എഴുത്തുകാരൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. 7-ാം വാക്യത്തിൽ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് ഉണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് നമുക്കറിയാം. പക്ഷെ എന്താണ് നോഹയുടെ വിശ്വാസം ഉണ്ടായിരുന്നത്? സ്തോത്രം. നോഹ ഇതുവരെയും മഴ കണ്ടിട്ടില്ല. ലോകത്ത് ഇതുവരെയും മഴ ഉണ്ടായിട്ടില്ല. പക്ഷേ നോഹ ഒരു പെട്ടകം ഉണ്ടാക്കി. ഉണ്ടാകാൻ പോകുന്ന, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു മഴ പെയ്യുമെന്ന് നാം വിശ്വസിച്ചു. ഹല്ലേലൂയ. ആ മഴയിൽ വെള്ളം പൊങ്ങുമെന്ന് നാം വിശ്വസിച്ചു. ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന്
തന്നെയും തന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി ഒരു പെട്ടകം താൻ പണിതു. സ്തോത്രം. ഇതാ വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള നിശ്ചയം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒന്നാമതായി പരിചയപ്പെടുത്തുന്നു ഹല്ലേലൂയ നോഹ. അങ്ങനെ സ്തോത്രം താനും തന്റെ കുടുംബവും ഹല്ലേലൂയ രക്ഷപ്പെടുന്നതായിട്ട് നമുക്കറിയാം. ചരിത്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. രണ്ടാമത്തെ ഒരു വ്യക്തി 8ാമത്തെ വാക്യത്തിൽ പരിചയപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നതായിട്ട് കാണുവാൻ തമ്മിൽ കഴിയുന്നു. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ വിശ്വാസത്താൽ ഹല്ലേലൂയ രക്ഷപ്പെട്ട വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തി സ്തോത്രം ഹല്ലേലൂയ അബ്രഹാം വിശ്വാസത്താൽ ഇറങ്ങി. ഹല്ലേലൂയ. ചില ആഴ്ചകൾക്ക് മുമ്പ് അബ്രഹാമിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇതേ വേദിയിൽ നിന്ന് തന്നെ ഞാൻ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. തന്റെ കുടുംബത്തെയും തന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് വെറും വാക്ക് കേട്ട് ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയ അബ്രഹാം. ആ അബ്രഹാം സ്തോത്രം ഹല്ലേലൂയ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ 10ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയിട്ട് ഹല്ലേലൂയ താൻ പാർത്തത് മുഴുവൻ കൂടാരങ്ങളിലായിരുന്നു. തന്റെ ഹല്ലേലൂയ ഭവനം ഉപേക്ഷിച്ചു, തന്റെ ചാർച്ചക്കാരെ ഉപേക്ഷിച്ചു, തനിക്കുള്ളതൊക്കെ വിട്ട് താൻ ഇറങ്ങിയിട്ടും താൻ താമസിച്ചത് മുഴുവൻ കൂടാരങ്ങളിലാണ്. പക്ഷെ ആ കൂടാരത്തിൽ താമസിക്കുമ്പോഴും തന്റെ അകക്കണ്ണുകൊണ്ട് താൻ കണ്ടിട്ടില്ലാത്ത ഒന്ന് താൻ കണ്ടു. അതെന്താ? 10ാം വാക്യത്തിൽ പറയുന്നത് ഇതാണ്. സ്തോത്രം ഹല്ലേലൂയ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു ഹല്ലേലൂയ നഗരത്തിനായി താൻ കാത്തിരുന്നു. ഹല്ലേലൂയ. ഇതിനെയാണ് അകക്കണ്ണുകൊണ്ട് കാണുന്ന വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, വിശ്വാസത്താൽ പലതും പ്രാപിക്കുന്നവരാണ് നമ്മൾ. വിശ്വാസത്താൽ പലതും നേടുന്നവരാ. വിശ്വാസത്താൽ ഹല്ലേലൂയ ചില വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ. പക്ഷേ ഹല്ലേലൂയ ദൈവം നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ദൈവത്തെ സേവിക്കുന്നവർക്ക് അവൻ കൊടുക്കുന്ന പ്രതിഫലം എന്നൊരു വാഗ്ദത്തത്തെ കുറിച്ചൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ കിട്ടാത്തതിനെ കുറിച്ച് ഹല്ലേലൂയ നാം ദുഃഖിക്കും. സ്തോത്രം. ഈ ലോകത്ത് ഹല്ലേലൂയ നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും കിട്ടണമെന്നില്ല. നമ്മൾ ഹല്ലേലൂയ ചിന്തിക്കുന്നതിന് വിപരീതമായി ചിലത് സംഭവിച്ചേക്കാം. ഹല്ലേലൂയ അവിടെ നമ്മൾ നിരാശരായി പോകും. പല വിശ്വാസികളും നിരാശരായി പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഹൃദയത്തിൽ കുറഞ്ഞു പോകുന്നതാണ്. സ്തോത്രം. ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ടേക്കാം, ഒരുപക്ഷെ സാമ്പത്തികമായി തകർന്നേക്കാം, ഒരുപക്ഷെ ആരോഗ്യം ക്ഷയിച്ചേക്കാം, ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ വളരെ ഹല്ലേലൂയ ചിന്തിക്കാത്തത് സംഭവിച്ചേക്കാം. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഹല്ലേലൂയ ദൈവം കൊടുക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും ഉള്ളുകൊണ്ട് കാണുവാൻ കഴിയുന്നവൻ നിരാശപ്പെടുകയില്ല. ഉള്ളുകൊണ്ട് കാണാൻ കഴിയുന്നവൻ നിരാശപ്പെടുകയില്ല. കാരണം അവന് വിശ്വാസമുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് മുമ്പിലൊക്കെ നിരാശപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് ആയത് നിങ്ങളുടെ വാഗ്ദത്തത്തെ കുറിച്ചുള്ള ആ ഒരു വിശ്വാസം ഇന്ന് ഹല്ലേലൂയ രാത്രികാലം ഒന്ന് വർദ്ധിക്കണം. സ്തോത്രം. അപ്പോൾ അബ്രഹാം കാത്തിരുന്നതും ഹല്ലേലൂയ ഒരു നശിച്ചു പോകാത്ത ഒരു നഗരത്തെ കുറിച്ച്. ഇനിയും മുന്നോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 13ാമത്തെ വാക്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം എഴുതിയിരിക്കുന്നു. ഇവർ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിനന്ദിച്ചു. ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ആളുകളെല്ലാം വിശ്വാസമുള്ളവരായിരുന്നു. അവർ ദൈവത്തെ വിശ്വാസം കൊണ്ട് പ്രസാദിപ്പിച്ചവരാണ്. അവർ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചവരാണ്. അവർ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചവരാണ്. അവരുടെ ഉള്ളുകൊണ്ട് ഹല്ലേലൂയ ഒരു വാഗ്ദത്ത ദേശം കണ്ടവരാണ്. പക്ഷേ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം അവരുടെ കയ്യിൽ കിട്ടിയില്ല. ഹല്ലേലൂയ. പക്ഷേ എഴുതിയിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കുക. അവർ മരിച്ചത് എങ്ങനെയാ? മോഹഭംഗം സംഭവിച്ചവരായിട്ടല്ല അവർ മരിച്ചത്. വിശ്വാസത്തിൽ ക്ഷീണിച്ചല്ല അവർ മരിച്ചത്. അവിശ്വാസിയായിട്ടല്ല അവർ മരിച്ചത്. അവർ വിശ്വാസത്തിൽ മരിച്ചു. അപ്പോൾ വിശ്വാസത്തിൽ ജീവിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ്
വിശ്വാസത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ. വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിക്കും. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ വിശ്വാസത്തിൽ നമുക്ക് മരിക്കാൻ കഴിയത്തില്ല. ഇത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മുടെ വാഗ്ദത്തങ്ങളെല്ലാം ഈ ഭൂമിയിലുള്ള വിഷയങ്ങളെ കുറിച്ചാണ്. ഇവിടെ വിശ്വാസത്തിൽ മരിച്ച ഈ പഴയ നിയമ ഭക്തന്മാരുടെ വിശ്വാസം ഈ ഭൂമിയിലുള്ളതല്ലായിരുന്നു. ഹല്ലേലൂയ, സ്വർഗത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചായിരുന്നു. പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തിൽ മരിക്കണമെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് സ്വർഗത്തിലുള്ളത് നിനക്ക് കാണാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരൊക്കെ അവർ വിശ്വാസത്തിൽ മരിച്ചത് ഈ ഭൂമിയിൽ അവർക്കൊന്നും ഉണ്ടായിട്ടല്ല. ഹല്ലേലൂയ. അവർ കണ്ണുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ചിലതിനെ അവർ കണ്ടതുകൊണ്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസത്തിൽ ജീവിച്ച് വിശ്വാസത്തിൽ മരിക്കണമെങ്കിൽ ഹല്ലേലൂയ തമ്പുരാൻ അവനെ സേവിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലം കണ്ണുകൊണ്ട് കാണുവാൻ തക്കോണം കഴിയണം. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, ചിലത് നഷ്ടപ്പെട്ടെങ്കിലും, ചിലത് കയ്യിൽ വന്നില്ലെങ്കിലും, ആഗ്രഹിച്ചത് നടന്നില്ലെങ്കിലും വാഗ്ദത്ത നിവൃത്തി നമ്മൾ പ്രാപിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അത് ഈ ഭൂമിയിലല്ല. സ്തോത്രം, ഹല്ലേലൂയ. അത് പ്രാപിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം ഹല്ലേലൂയ മരിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ദൂതൊന്ന് ഏറ്റെടുക്കുവാൻ കൂടെ കഴിയും? സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പഴയ നിയമ ഹല്ലേലൂയ ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞു, അവർ വിശ്വാസത്തിൽ മരിച്ചു. 39-ാമത്തെ വാക്യത്തിലും അതേ വിഷയം പറയുന്നത്. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ എന്താണ് വിശ്വാസം? എന്താണ് വാഗ്ദത്ത നിവൃത്തി? വിശ്വാസം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള നിശ്ചയമാണ്. അത് ഈ ഭൂമിയിലുള്ള ഒരു വസ്തുക്കളുമല്ല, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഒന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള പ്രതിഫലമാണ്, അല്ലെങ്കിൽ അടിസ്ഥാനമുള്ള ആ നഗരമാണ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികളോടും ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും വിശ്വാസികളായിട്ട് ജീവിക്കുന്നുണ്ട്. ഒന്നോർക്കണം, ഹല്ലേലൂയ, ജീവിതത്തിൽ പലതും നേരിടേണ്ടി വരും. പക്ഷെ അവിശ്വാസിയായി മരിക്കാൻ ഇടവരരുത്. കാരണം ഹല്ലേലൂയ, വിശ്വാസം ഈ ലോകത്തിലുള്ള വിഷയങ്ങളിലാകരുത്. വാഗ്ദത്തം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള നശിച്ചു പോകുന്ന വിഷയങ്ങളിലാകരുത്. കാണാത്ത ഒന്നിനെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ഒന്നിനെ കണ്ണുകൊണ്ട് കാണുവാൻ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണം. ഹല്ലേലൂയ. ഇതാണ് പഴയ നിയമ ഭക്തന്മാർ. അവർ ഹല്ലേലൂയ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല എങ്കിലും വിശ്വാസത്തിൽ അവർക്ക് മരിക്കുവാൻ വഴിയായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ പുതിയ നിയമ വിശ്വാസികൾക്ക് എങ്ങനെ സ്തോത്രം ഈ പഴയ നിയമ വിശ്വാസികളെ പോലെ ഹല്ലേലൂയ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയും? അതുകൂടെ നമുക്ക് ഒന്ന് ചിന്തിക്കുവാൻ തക്കോണം. ഹല്ലേലൂയ, സ്തോത്രം, കഴിയുമോ? സ്തോത്രം. നമുക്ക് ചിന്തിക്കാം. 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ചില വെല്ലുവിളികളുണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കാൻ. എന്തൊക്കെയാ വെല്ലുവിളികൾ? 12-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. വിശ്വാസത്തിന്റെ ഓട്ടം ഹല്ലേലൂയ സ്ഥിരതയോടുകൂടി ഓടുക എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ, വിശ്വാസത്തിൽ ഓട്ടം ഓടുമ്പോൾ ഹല്ലേലൂയ ഒരു ചലഞ്ച് നമ്മുടെ ഉള്ളത് എന്താണെന്നറിയാമോ? സ്ഥിരത നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിൽ വരും. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ മുകളിലേക്ക് കയറും. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കാത്തതും പ്രതീക്ഷിക്കാത്തതും ജീവിതത്തിൽ നടക്കുമ്പോൾ വിശ്വാസത്തിൽ താഴോട്ട് പോകും. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു എങ്ങനെ നമ്മുടെ ഓട്ടം തേക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. സ്ഥിരതയോടുകൂടി ഓടി സ്തോത്രം നമ്മൾ ഓട്ടം തേക്കണം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചലഞ്ച് വിശ്വാസത്തിൽ മുന്നേറുവാൻ, വിശ്വാസത്തിൽ ഓടുവാൻ. ഹല്ലേലൂയ, നമ്മുടെ
ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകും. സ്തോത്രം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൽ ഒരു സ്ഥിരത നമുക്കുണ്ടാവണം. എങ്ങനെയാ സ്ഥിരത ഉണ്ടാവുന്നത്? ലോകത്തിലുള്ളത് നോക്കിയാൽ സ്ഥിരതയുണ്ടാവുകയില്ല. ഹല്ലേലൂയ. സ്വർഗത്തിലുള്ളത് നോക്കിയാൽ സ്ഥിരമായി വിശ്വാസത്തിൽ ഉറച്ച് ഓടുവാൻ നമ്മൾ കഴിയും. രണ്ടാമത്തെ വിഷയം 12-ന്റെ 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ക്ഷീണവും മടുപ്പും. ഇതാണ് രണ്ടാമത്തെ ചലഞ്ച്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് ക്ഷീണം, മടുപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ദീർഘസമയങ്ങളൊക്കെ ചില വിഷയങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒന്നാണ് ക്ഷീണവും മടുപ്പും. സ്തോത്രം. നമ്മൾ പലപ്പോഴും കാത്തിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ചില വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണവും മടുപ്പും ഉണ്ടാകും. സ്തോത്രം. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്നറിയാമോ? നമ്മുടെ ഫോക്കസ് ഒന്ന് മാറ്റണം. ഹല്ലേലൂയ. നമ്മുടെ തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന പ്രതിഫലമാണ് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തമെന്ന് മനസ്സിലാക്കി ആ ഫോക്കസ് ഒന്ന് മാറ്റിയാൽ ഈ ക്ഷീണവും ഹല്ലേലൂയ മടുപ്പും നമുക്ക് മാറും. ഹല്ലേലൂയ സ്തോത്രം. ഇനി നമ്മൾ ഈ ക്ഷീണവും മടുപ്പും ഒക്കെ മാറ്റി നമ്മുടെ ഈ ഓട്ടം നയിക്കാൻ നമ്മൾ ആരെയാണ് നോക്കേണ്ടതും കൂടെ ഹല്ലേലൂയ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 12-ന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ശ്രദ്ധിക്കുക, വാക്യം ശ്രദ്ധിക്കുക. the author and the finisher എന്ന ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഓദർ തന്നെ കർത്താവാണ്. സ്തോത്രം. വിശ്വാസിയുടെ ഹല്ലേലൂയ അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിന്റെ നായകൻ തന്നെ നമ്മുടെ കർത്താവാണ്. 2, വിശ്വാസത്തിന്റെ പൂർത്തീകരണം വരുത്തുന്നതും കർത്താവ്. എന്താ വിശ്വാസത്തിന്റെ പൂർത്തീകരണം? വിശ്വാസത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നതാണ് വാഗ്ദത്തം. ഹല്ലേലൂയ. ഇതാ വിശ്വാസവും വാഗ്ദത്തവും തമ്മിലുള്ള ബന്ധം. വിശ്വാസത്തിന്റെ ഹല്ലേലൂയ നായകനായ നമ്മുടെ കർത്താവ് നമ്മെ എന്തിനാ സഹായിക്കുന്നത്? വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാനാണ്. അപ്പോൾ വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോയാൽ, വിശ്വാസത്തിൽ നമ്മൾ മടുത്തു പോയാൽ, ഹല്ലേലൂയ സ്ഥിരതയോടെ നമുക്ക് ഓടുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ലോകത്തിൽ നോക്കിയാൽ, അടുത്തിരിക്കുന്ന സഹോദരനെ നോക്കിയാൽ, പാസ്റ്ററെ നോക്കിയാൽ, ഹല്ലേലൂയ ലോകത്തിലെ സമ്പത്ത് നോക്കിയാൽ വിശ്വാസത്തിൽ ഹല്ലേലൂയ മരിക്കാൻ നമുക്ക് കഴിയത്തില്ല. വിശ്വാസിയായി ഹല്ലേലൂയ നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ നമ്മൾ ആകെ ചെയ്യേണ്ടത് സ്തോത്രം ഹല്ലേലൂയ എന്താണ്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിലേക്ക് നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇനി സ്തോത്രം 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് എങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് ഒരു സഹനം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? തനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു സന്തോഷത്തിന് വേണ്ടിയാ ഈ ക്രൂശ് കർത്താവ് സഹിച്ചത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ ചിന്ത ഇതായിരിക്കണം. നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സഹിക്കാനുള്ളൊരു കഴിവ് നമുക്ക് എങ്ങനെയാ കിട്ടുന്നത് അറിയാമോ? നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സന്തോഷത്തെ ഓർക്കുമ്പോഴാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ആ സന്തോഷത്തെ ഓർത്തുകൊണ്ടാണ് ക്രൂശ് സഹിച്ചത് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്കും സന്തോഷിക്കാനൊരു വകയുണ്ട്. കാരണം നാം വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസത്തിനൊരു പൂർത്തീകരണമുണ്ട്. അത് തമ്പുരാന്റെ കയ്യിൽ നിന്ന് നാം വാങ്ങുന്ന പ്രതിഫലമാണ്. എൻ്റെ വാക്കുകളെ ഞങ്ങൾ അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞല്ലോ. പ്രിയ മക്കളെ, പല വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെടുകയും പല വിഷയങ്ങളുടെ മുമ്പിൽ പ്രയാസപ്പെടുകയും ഈ ലോകത്തിൽ കിട്ടാനതിനെയൊക്കെ ഓർത്ത് ഭാരപ്പെടുകയും നിരാശപ്പെടുകയൊക്കെ ചെയ്യുന്ന അനേകര് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ധൈര്യത്തിനായിട്ട് പറയട്ടെ, നിങ്ങൾ മടുത്തു പോകാതിരിക്കേണ്ടതിന്, നിങ്ങൾ
ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന് നമ്മുടെ ഹല്ലേലൂയ വാഗ്ദത്തം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസം ഈ ഭൂമിയിലുള്ള എന്തിനെങ്കിലും വേണ്ടിയല്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വിശ്വാസം നമ്മുടെ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ വാഗ്ദത്തം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ നേടിയെടുക്കുന്ന ഒന്നുമല്ല, എന്നാൽ ദൈവത്തെ സേവിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു പ്രതിഫലം. ഹല്ലേലൂയ, അതാണ് നമ്മുടെ വാഗ്ദത്തം എന്ന് പറയുന്നത്. പഴയ നിയമപിതാക്കന്മാർ മുഴുവൻ ഈ വാഗ്ദത്തത്തിന് വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. ഇതിനു വേണ്ടിയാണ് അവർ ഓടുകയും അധ്വാനിക്കുകയും എല്ലാം ചെയ്തത്. അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അത് തമ്പുരാന്റെ കയ്യിൽ നിന്ന് പ്രാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും അത് ഉള്ളുകൊണ്ട് കണ്ടുകൊണ്ട് അവരാകെ കണ്ടുകൊണ്ട് അവർ ഹല്ലേലൂയ വിശ്വാസത്തിൽ മരിക്കുവാനൊക്കെ കൂടിയായി. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുവാനിട വരരുത്. ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസത്തിൽ മടുത്തു പോകുവാനിട വരരുത്. ഈ ലോകത്തിലുള്ള ഒന്നും കണ്ട് ഹല്ലേലൂയ, സ്തോത്രം, വിശ്വാസത്തിൽ ഹല്ലേലൂയ നാം ഹല്ലേലൂയ പുറകോട്ട് പോകുവാൻ ഇടവരരുത്. സ്തോത്രം. ഹല്ലേലൂയ, നമ്മെ തന്നെ നമുക്ക് ഈ വചനത്തിന് മുമ്പിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ആ വിശ്വാസ ഓട്ടത്തിന്റെ ഓട്ടം സ്ഥിരതയോടുകൂടി ഹല്ലേലൂയ ഓടി മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.